ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹർഷയോട് ഇങ്ങനെ രവി പറയാണ്, എൻ്റെ മറയിൽ നീ പലതും ചെയ്തു കൂട്ടാ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റി. എന്നാൽ ഞാനൊരു കാര്യം പറയാം, രണ്ടു പേർക്കും ഒരേ വീട്ടിൽ നിന്ന് കളം വെച്ച് കളിക്കാം. ആ കളത്തിൽ ആരാണ് വിജയിക്കുന്നതെങ്കിൽ അയാൾക്ക് വീട്. കാരണം ശത്രുവാണെങ്കിലും ഒരു ന്യായമൊക്കെ വേണമല്ലോ ഒരു സംസാരത്തിലും പ്രവൃത്തിയിലും. അത് ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും രവി അങ്ങ് ഇറങ്ങി പോകുമ്പോൾ ഹർഷ ആകെ പിടിവിട്ടു പോകാനായിട്ട് ഹർഷയുടെ മനസ്സ് പിടിവിട്ടു പോകുന്നു. എന്നാൽ ഈ സമയം അനുപമയാണ് കാണിക്കുന്നത്. അനുപമ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് ചീരു രഘുവരെയാണ്. അവരെ കാണുമ്പോൾ അനുപമക്ക് ഒത്തിരി സന്തോഷമാവണം. ആരാ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചേച്ചി എന്ത് പറയുന്നു, വിച്ചുമോൻ എവിടെ? അത് ഭാനുമ്മയുടെ കൂടെ പോയിരിക്കുകയാണ്. വിച്ചുമോനെ അവന് അതൊക്കെയല്ലേ ഉള്ളൂ സന്തോഷം എന്നൊക്കെ പറയാൻ, നിങ്ങൾ അകത്തോട്ട് പോയി ഇവിടെ നിന്ന് സംസാരിക്കില്ല എന്ന് പറഞ്ഞ് അകത്ത് വിളിച്ചിരുത്താണ്. അപ്പോൾ ചായ എടുക്കാൻ പോകുമ്പോൾ ചായ ഒന്നും വേണ്ട, ഞങ്ങൾ വീട്ടുകാരല്ലേ അല്ലാതെ അതിഥികളൊന്നുമില്ലല്ലോ, ചേച്ചി ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞിട്ട് ചീരോടെ ാണ് കേട്ടോ. അങ്ങനെ എന്തായി അനുചേച്ചി, കേൾക്കുന്നതൊക്കെ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് രഘു ചോദിക്കുകയാണ്, എന്താണ് കേൾക്കുന്നതൊക്കെ സത്യമാണോ? നീ ഇന്ദ്രൻ്റെ കടയിൽ പോയെന്നോ, കടയിൽ ഇറക്കിത്തരണമെന്നോ എന്നൊക്കെ നീ പറഞ്ഞു. പൊരുതാനാണെങ്കിൽ എന്നെയും കൂടി വിളിച്ചോളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനുപം പറയണേ, ഇല്ല, ഈ പൊരുതലിൽ ഞാൻ ചോദിച്ചു എന്നുള്ളത് സത്യം തന്നെ. എന്നാൽ ഇനി വേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അനുചേച്ചി, അതെന്തേ എന്ന് ചീരുവിനോട് ചോദിക്കുമ്പോൾ ചീരു പറയണേ, ദാസങ്ങളിനെ അടുത്തോട്ട് വന്നിരുന്നു അത്ര, ദാസങ്ങൾ നല്ല കണക്കിന് കൊടുത്തു അത്ര ഇന്ദ്രേട്ടൻ എന്ന് പറയണേ കേട്ടോ. ഇതേ സമയം രഘു പറയാം, അത് മാത്രമല്ല അമ്മാവൻ എനിക്ക് വിളിച്ചിരുന്നു, അവിടെ ഇന്ദ്രനും സുശീലാൻ്റെയും ചെന്നിരുന്നു അത്രേ. എന്താ ഈ പറയുന്നത് എന്ന് അനുപമ ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും അവിടെ വന്നിരുന്നു, എന്നിട്ട് വേണ്ടോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് അവരിൽ നിന്ന് കിട്ടിയതെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം അനുപമ പറയാണ്, എന്തായാലും ഞാൻ പൊരുതാൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അവർ യാതൊരുവിധ മനസ്സമാധാനവും എനിക്ക് തരുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാണ്? എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ വീട് എഴുതി തന്നിട്ടും അവർ വീണ്ടും എന്നെ ഇറക്കിവിടാൻ ശ്രമിച്ചിട്ടും അവർ വീണ്ടും എന്നെ ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ പിന്നെ ഞാൻ എനിക്കുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കണ്ടേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേട്ടോടെ തന്നെ ചിരി ഒന്നും ഞെട്ടുന്നുണ്ട്. എന്തായാലും എൻ്റെ അനുചേച്ചി ഇനി എന്തായാലും അവരെ അങ്ങനെ വെറുതെ വിടരുതെന്ന് പറയുമ്പോൾ ഇനി ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇന്ദ്രനും സുശീലാൻ്റി അവിടെ ചെന്നതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പറയാണ്, അമ്മാവൻ എന്നെ അത് വിളിച്ച് പറഞ്ഞു, നിൻ്റെ അടുത്ത് ആൾ വേണമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരൊരിക്കലും ഇനി എൻ്റെ പടി ചവിട്ടില്ല, അവരെൻ്റെ പടി ചവിട്ടാത്ത വിധത്തിലുള്ള ഒരു വാണിംഗ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അവരിനി ഇങ്ങോട്ടേക്ക് വരില്ല. ഇപ്പോൾ അവരുടെ പരിപാടി എൻ്റെ വീട്ടിലോട്ട് ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ വരുന്നില്ല എന്ന് നോക്കിയിരിക്കലാണ്. ഇവിടെ ഇപ്പോൾ രവി വരുന്നതാണ് അവരുടെ പ്രശ്നം. രവിയെ ഇവിടെ കണ്ടതിന് അതിന് പ്രശ്നമുണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന ചീരി ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിൽ എൻ്റെ ചേച്ചി ആ കട തിരിച്ചെടുക്കാനുള്ള പരിപാടി തന്നെയാണ്, അല്ലാതെ പിന്നെ എന്ത്? ആ കട തിരിച്ചെടുക്കാനുള്ള പരിപാടി തന്നെ. ഇനി എനിക്ക് ജീവിക്കണം, ഇത്രയും നാളും അയാൾക്ക് വേണ്ടി ജീവിച്ചു, എന്നാൽ ഞാൻ ഒറ്റയ്ക്കായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കൊരു വരുമാനമൊക്കെ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കട ഞാൻ തിരികെ എടുക്കുകയും പിന്നീട് നല്ല രീതിയിൽ തന്നെ ഞാൻ ആ കടയുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമെന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ ചിരി പറയുന്നുണ്ട്, ഞാൻ അവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനുപമ പറയാം, അത് വേണ്ട, എന്തായാലും എൻ്റെ ജീവിതത്തിൽ അച്ഛൻ തന്നെ ഒരു തുറുപ്പ് ചീട്ട് തന്നു, എന്നാൽ നിൻ്റെ ജീവിതത്തിൽ നീ ഇനി തിരഞ്ഞെടുക്കണം. പിന്നെ എന്നെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നീ ആ വീട്ടിലോട്ട് തിരികെ പോകണം ചിരു, അത് എത്രയും പെട്ടെന്നായാലും അത്രയും നന്നത്. അത് കേട്ടോടെ തന്നെ ചിരു പറയണേ, അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകും. അപ്പം നിൻ്റെ ജീവിതവും ഒരു തീരുമാനമായി. ഇനി അച്ഛൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ നീ മഞ്ചാടിയാണ്, അവളെക്കുറിച്ച് ഓർത്ത് വലിയ പ്രശ്നം തന്നെയാണ്. മഞ്ചാടിയും ദയയും എന്ന് പറയുമ്പോൾ രഘു പറയട്ടെ, ദയയുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ട് ശബരി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പോഴത്തെ ഇതിൽ പറഞ്ഞതാണ്. ശബരി അവളെ പോയി തിരികെ വിളിക്കുക എന്ന് ശബരി പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മഞ്ചാടിയെ പേടിക്കേണ്ടതുണ്ട് എന്നിങ്ങനെ അനുഭവം പറയുന്നു കേട്ടോ. അതുകൊണ്ട് നീ അവളുടെ കൂടെ എന്തായാലും ഇനിയിപ്പോൾ വേണം, എന്തായാലും ഇനി ഞാൻ ചായ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോകുമ്പോൾ രഘു എന്തൊക്കെയാണ് മനസ്സിൽ കുറിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം മൃദുലയാണ് കാണിക്കുന്നത്. ഇങ്ങനെ രവിയും സുധനും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ മൃദുലയോട് പറയണേ, എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ, ഞാൻ രാഹുലിനെ ജീവിതത്തിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്, ഡ്രഗ്സും പലതും ഉപയോഗിച്ച് ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയപ്പോൾ അയാളെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് അന്ന് ഞാനാണ്. എന്നാൽ ഇന്ദുവിനെ കിട്ടില്ലെന്ന് കണ്ടപ്പോൾ അയാൾക്ക് എന്നെ വേണമായിരുന്നു. എന്നാൽ ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ രാഹുലാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷെ രാഹുൽ എൻ്റെ അടുത്തോട്ട് നിങ്ങളെ പറഞ്ഞയച്ച സ്ഥിതിക്ക് ഇനി ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാം, പക്ഷേ എൻ്റെ ഒരു ആവശ്യമുണ്ട്, എന്താ വേണ്ടത്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് രവിയും സുധനും കൂടി പറയുമ്പോൾ, എനിക്ക് 1 കോടി രൂപ തരികയാണെങ്കിൽ തീർച്ചയായും ഞാനിതിൽ നിന്ന് പിന്മാറും. എന്താ
1 കോടി രൂപയെ എന്നിങ്ങനെ രവിയും സുധനും ചോദിച്ചുടനെ പിന്നെ ഞാൻ എന്ത് വേണം? എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ അച്ഛനമ്മമാർക്ക് പരാജയമായി. കാരണം ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്. എൻ്റെ ജീവിതം തൊലഞ്ഞത് കാണുമ്പോൾ അവർക്ക് എത്രമാത്രം വേദനയുണ്ടാവും. പിന്നെ അവരെ എനിക്ക് സംരക്ഷിക്കാൻ കഴിയുക, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന് പണം ചിലവാക്കിയിട്ടുണ്ട്, വീട് പോലെയില്ല. അപ്പോൾ എനിക്ക് അവർക്ക് സാമ്പത്തികമായി അവരെ നിവർത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. എന്നിട്ട് അത് പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു. ഇവർ രണ്ടുപേരും എന്ത് പറയണമെന്നറിയാതെ ഞെട്ടി നിൽക്കുകയാണ്. പിന്നീട് സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി തൻ്റെ അമ്മാവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. മനസ്സ് വെങ്ങാണ് അമ്മാവ, കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറഞ്ഞ മനസ്സിൻ്റെ ഭാര്യ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആശ്വാസമാണ്. ആ സമയം കാണാൻ ഗേറ്റ് കടന്ന് 2 പേര് വരുന്നു. ആരുമല്ല, മന്ദാകിനിയും മഹേഷുമാണ് കേട്ടോ. അവരെ കാണുന്ന സച്ചി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വെക്കാണ്. ഇതേ സമയം നീ ആരോടാടാ ഇത്രയും നേരം സംസാരിച്ച്? ഒരുപാട് നേരമായി നിൻ്റെ ഫോണിലോട്ട് കോള് വരും, നിൻ്റെ ഫോണിലോട്ട് ഞാൻ വിളിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി, ആരുടെ ഫോൺ ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ ചേച്ചിയാണെന്ന് എനിക്കറിയില്ലല്ലോ. എന്തായാലും എൻ്റെ സാവിത്രി, ഇവനൊന്ന് സൂക്ഷിച്ചോ. 24 മണിക്കൂറും വല്ലാത്ത ഫോൺ സംഭാഷണമാണ്. അത് കേൾക്കുന്ന മഹേഷ് പറയണേ, ഈ അമ്മ അങ്ങനെ തന്നെ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ വല്ലാതെ കൈയിടും. ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അമ്മ. എന്നാൽ അമ്മക്ക് മണിക്കൂറോളം സംസാരിക്കും എന്നൊക്കെ പറയുമ്പോൾ, വേണ്ടടാ നിനക്ക് എൻ്റെ അടുത്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്ത് കയറട്ടെ, വല്ലാത്തൊരു ചൂട്, അകത്തോട്ട് കയറട്ടെ എന്ന് പറയുമ്പോൾ സാവിത്രിക്ക് പേടിയാവുന്നു കേട്ടോ. ഇനി എന്തുണ്ടാവും എന്ന പേടി അവരിലുണ്ട്. പിന്നീട് അകത്തേക്ക് കയറി വെള്ളം കുടിക്കാൻ അപ്പോൾ സാവിത്രി ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു. ഇതേ സമയം എൻ്റെ സച്ചി, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ആ ക്ഷേത്രത്തിൽ 7 ദിവസം പൂജ ചെയ്ത് കഴിഞ്ഞാൽ ആ പൂജ ചെയ്ത എൻ്റെ മകൻ്റെ കല്യാണം ശരിയാവുമെന്ന് പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു പരസ്യം കൊടുത്താൽ പോരെ? എന്ത് കൊടുത്താലും അവന് ഒരുപാട് വിവാഹ തടസ്സങ്ങളുണ്ട്, അവൻ്റെ പ്രവൃത്തി അങ്ങനെയാണല്ലോ. അത് കേട്ട മന്ദാകിനി പറയാണ്, എൻ്റെ മകൻ്റെ വിവാഹം നടക്കണം, അതിന് ഈ പൂജയാണെങ്കിൽ പൂജ, എവിടെയാണ് അമ്പലം എന്ന് പറയുമ്പോൾ ഇന്ദു ഇറങ്ങി വരുന്നു കേട്ടോ. ഹിന്ദുവിനെ കാണുന്ന മന്ദാകിനി, അയ്യോ എൻ്റെ ഇന്ദുമോൾ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്നാടി വന്നത്? നിന്നെ കാണുന്ന മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാ. അപ്പോൾ മഹേഷും പറയാണ്, ഭാഗ്യം, ഞങ്ങളുടെ ഭാഗ്യം, നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയാണ് എൻ്റെ മഹേഷിന് കിട്ടേണ്ടത് എന്ന് മന്ദാകിനി പറയുമ്പോൾ ഇവരുടെ മനസ്സിലൊരു പേടിയുണ്ട് കേട്ടോ. അല്ല, നിൻ്റെ ചെറുക്കൻ മുകളിലുണ്ടോ എന്നിങ്ങനെ ചോദിച്ച ഉടനെ തന്നെ അവിടെ ഉത്തരം പറയാൻ ഇന്ദു ഒരുങ്ങുമ്പോഴേക്കും സച്ചി കയറി ഇടപെട്ടു. സച്ചി പറയാണ്, ഇല്ലല്ലോ, അവനെ ഒരു മെഡിക്കൽ ക്യാമ്പിന് പോയിരിക്കുകയാണ്, അതുകൊണ്ട് എന്ന് പറയുമ്പോൾ, മെഡിക്കൽ ക്യാമ്പിന് പോയെങ്കിൽ ഇവളെന്താ ഭർത്ത് വീട്ടിൽ നിൽക്കാത്ത, ഇവിടെ വന്നിരിക്കുന്ന എന്താ രാഹുലിൻ്റെ അച്ഛനും അമ്മയും ആന വെടക്കാന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. അത് കേട്ടോടുന്നതിന് സച്ചി പറയണ, വിശ്വനാഥനും ഉമയും ആളൊരു പാവങ്ങളാണ്, അവരെ വെറുതെ കുറ്റം പറയണ്ട. ഇവൾക്ക് 2-3 ദിവസം ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു, അങ്ങനെ ഇവളെ കൊണ്ടുവന്നു, അല്ലാതെ ഒന്നുമല്ല. എന്തായാലും എൻ്റെ ചേച്ചി കാര്യമില്ലാത്തതിനെ ഇങ്ങനെ ഊഹിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉടനെ ഇവളുടെ മുഖത്ത് എന്തൊക്കെയോ ഒരു പരവേശമുണ്ട്, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പോലെ. അതുകൊണ്ട് ചോദിച്ചതാ സച്ചി, അല്ലാതെ ഒന്നുമല്ല. എന്നാൽ അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു, നമുക്കൊന്ന് ഫ്രഷായി വരാം, അതാണ് നല്ലത്. മുകളിലത്തെ റൂം റെഡിയാണോ എൻ്റെ ആൻറ്റി? അതൊക്കെ എപ്പോഴാണ് റെഡി. അപ്പോഴേക്കും മന്ദാകിനി പറയാം, എനിക്ക് മുകളിലോട്ട് കയറാനൊന്നും വയ്യ. അപ്പോൾ ഉടൻ തന്നെ, അമ്മ ഇത്രയും നേരം മുകളിലും താഴത്തൊക്കെ കയറി ഇറങ്ങി, അമ്മക്ക് ഇപ്പോൾ മുകളിൽ കയറാൻ വയ്യ, അമ്മ എൻ്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് വിളിച്ചു കൊണ്ടുപോകുന്നു കേട്ടോ. പിന്നീട് കാര്യങ്ങളൊക്കെ രാഹുലിനോട് പറയുമ്പോൾ രാഹുലിന് വിശ്വസിക്കാനാവുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഡോക്ടറായി കയറിയ ഞാൻ എങ്ങനെ 1 കോടി രൂപ ഉണ്ടാക്കാനാണ്? എന്നെ കൊണ്ടൊന്നും കഴിയില്ല. എന്താ അവളുടെ ചോദ്യം? എന്നാൽ നീ നിൻ്റെ അച്ഛനമ്മമാരോട് പറയും. എൻ്റെ അച്ഛനും അമ്മമാരോടും എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഉടൻ തന്നെ രാഹുലിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സുധൻ പറയണേ, എന്നാൽ ഞാൻ പറയാം, എൻ്റെ ഒരു ഫ്രണ്ടാണ് നിൻ്റെ അച്ഛൻ, അതുകൊണ്ട് തന്നെ ഞാൻ പറയാമെന്ന് പറയണേ കേട്ടോ. ഉടൻ തന്നെ രവി പറയണേ, എന്തായാലും നിന്നെ സച്ചി സാറിന് ആവശ്യമുണ്ടെങ്കിൽ സച്ചി സാർ 1 കോടിയും കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സച്ചി സാറ് നിനക്ക് ഇന്ദുവിനെ തരുമ്പോൾ ഒരുപാട് ഓഫറുകൾ തന്നിട്ടുണ്ടാവുമല്ലോ? അതൊക്കെ ശരിയാണ്, ഒരുപാട് ഓഫറുകൾ വിവാഹത്തിന് അന്ന് നിശ്ചയിച്ചപ്പോൾ തന്നിരുന്നു. പിന്നീട് പെട്ടെന്നുണ്ടായ വിവാഹമല്ല, അതുകൊണ്ട് ഓഫറുകളൊന്നും ചോദിക്കാൻ പറ്റിയില്ല. എന്തായാലും അവർക്ക് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഈ സച്ചി സാർ എന്നെ 1 കോടി കൊടുക്കുമെന്ന് പറയണേട്ടാ. അപ്പോൾ ഇതിനിടയ്ക്ക് രഘുവിനോട് അനുപമ പറയുന്നുണ്ട്, ഇനി എല്ലാം ഞാൻ നേടിയെടുക്കും, എനിക്കിനി അയാളുമായ ഒരു ജീവിതം വേണ്ട, അയാൾ എനിക്ക് ഡിവേഴ്സ് അയക്കുന്നതിന് മുന്നേ അയാൾക്ക് ഞാൻ ഡിവേഴ്സ് അയക്കും എന്നിങ്ങനെ അനുപമ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനുപമ ഇനി ഡിവേഴ്സ് ലെറ്റർ ഇന്ദ്രനെ അയക്കാൻ പോകുന്ന ആ കിടുക്കൻ സീനൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്.